പാചകവാതകത്തിന്റെ ലഭ്യത ഹോട്ടലുകളും തട്ടുകടകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ഒട്ടുമിക്ക ഹോട്ടലുകളുടെയും പ്രവർത്തനം നിലച്ചു. അതിജീവനത്തിനായി അടച്ചുപൂട്ടിയ ചില ഹോട്ടലുകൾ തുറന്ന സാഹചര്യമുണ്ട്. വിശാലമായ ഭക്ഷണങ്ങൾ നൽകാൻ കഴിയാതെ ചായ മാത്രമാണ് തുറന്ന ഹോട്ടലുകളിൽ നിന്നും ലഭിക്കുന്നത്. വഴിയോരത്തുള്ള ചായക്കടകളും ബജിക്കടകളുമെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. ഗ്യാസ് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മിക്ക ഹോട്ടൽ ഉടമകളും അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾക്ക് താമസവും ഭക്ഷണവും ചെലവും നൽകിയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞതോടെ ഒട്ടുമിക്ക തൊഴിലാളികളും നാട്ടിലേക്ക് മടങ്ങിയ അവസ്ഥയുമുണ്ട്. ഗ്യാസിൻ്റെ പ്രതിസന്ധി ആയതുകൊണ്ട് കടകൾ ഒരാഴ്ചയായിട്ട് അടച്ചിടക്കുകയാണ്. ഇന്നലെ ഇപ്പം ഒരു തീരുമാനത്തിലെത്തി വീട്ടിലിരുന്ന് ഇൻഡക്ഷൻ കുക്കർ എടുത്തുകൊണ്ട് നിന്ന് ഇത്തിരി കാപ്പി വയ്ക്കുന്നു. കാപ്പി മാത്രം, അതുകൊണ്ട് വലിയ കാര്യമില്ല. പണിക്കാരൊക്കെ പണിയില്ലാതെ മേളിൽ അവർക്ക് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ അവർക്കുള്ള ഗ്യാസുണ്ട്, അത് അതിലുണ്ടാക്കി കഴിച്ച് ഇത് താമസിക്കുക. ഇതിപ്പോൾ ഒരു 2 പേരെ വെച്ച് കാപ്പി എടുക്കുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഒരാഴ്ച അടച്ചിട്ടു, ഒരാഴ്ച കഴിഞ്ഞു. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എത്ര ദിവസം നീണ്ടു പോകുമെന്ന് അറിയില്ല, കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. വേറെ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല. നമ്മളിപ്പം അതേപ്പറ്റി ഇല്ല. ഇൻഡക്ഷൻ കുക്കറോ വേറെ എന്തെങ്കിലുമൊക്കെ സംവിധാനത്തിലേക്ക് വരുമായിരിക്കും. ഏതായാലും ഒരാഴ്ച വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഉറങ്ങാൻ